ഹായ് ഓൾ. അപ്പൊ അന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 11/1/2025 മുതൽ 15/1/2025 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക്, അതുപോലെ തന്നെ ആ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിക് GK ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യാൻ പോകാം. എന്താണ് ആദ്യത്തെ ടോപ്പിക്? എന്താണ്? ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025. ഓക്കെ, എന്താണ് ഇത്തരം ഒരു ന്യൂസ് വരാനുള്ള കാരണം? എന്താ? ദ വേൾഡ് എക്കോണമിക് ഫോറം റിലീസ്ഡ് ഇറ്റ്സ് ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025, highlighting key findings of the changes expected to shape global job market 2030. അതായത് എന്താണ് ന്യൂസ് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് എക്കോണമിക് ഫോറം, ശ്രദ്ധിക്കുക, നമ്മുടെ ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ഫ്യൂച്ചർ ജോബ്സ് റിപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തുവിട്ടുണ്ട്. അതായത് 2030 ആകുമ്പോഴേക്കും എങ്ങനെയായിരിക്കും ജോബ് മാർക്കറ്റ് എന്നുള്ള റിപ്പോർട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പുറത്തുവിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള എന്താണ്? ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്, വേൾഡ് എക്കോണമിക് ഫോറം ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ് ഈ വേൾഡ് എക്കോണമിക് ഫോറം, അല്ലെങ്കിൽ അതെന്താണ് ഫൗണ്ട് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ന്യൂസ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഓക്കെ, അപ്പോ വേൾഡ് എക്കോണമിക് ഫോറത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? ദ വേൾഡ് എക്കോണമിക് ഫോറം ഈസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ പബ്ലിക് പ്രൈവറ്റ് കോർപ്പറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ജനീവ, സ്വിറ്റ്സർലാൻഡ്. അതായത് എന്താണ്, ഒരു പബ്ലിക് പ്രൈവറ്റ് കോർപ്പറേഷനിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏതെന്ന് വിളിക്കുന്നത്, ഈ വേൾഡ് എക്കോണമിക് ഫോറം എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ കാണാൻ പറ്റിയ? എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഫൗണ്ടേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫൗണ്ടഡ് ബൈ കോൾ ഷ്വാബ് ഇൻ 1971. 1971 ഇത് ഫൗണ്ട് ചെയ്യുന്നത് ആസ് ദ യൂറോപ്യൻ മാനേജ്മെന്റ് ഫോറം എന്നുള്ളതാണ്. ആൻഡ് WEF, the World Economic Forum, introduced stakeholder capitalism, which emphasize long-term value for all stakeholders, not just short-term profit for shareholders എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ആൻഡ് ഇതിന്റെ ഇവല്യൂഷൻ പറയുകയാണെങ്കിൽ എന്താണ്? In 1973, the World Economic Forum expanded its focus to economic and social issues. അതായത് എന്താണ്, 1973 മുതൽ നമ്മൾ പറഞ്ഞു എന്താ നിലവിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1971. 1973 ഇവരെന്ത് ചെയ്തു? ഇവർ എക്സ്പാൻഡ് ചെയ്തു. അതായത് എക്കോണമിക് അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ ഇഷ്യൂസിനെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവരതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്താണ് 1975 ആകുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു? ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് മെമ്പർഷിപ്പ് ഫോർ വേൾഡ്സ് ലീഡിംഗ് 1000 കമ്പനീസ് ഇൻ 1975. അതായത് 1975 ആകുമ്പോഴേക്കും വേൾഡിലെ തന്നെ ലീഡ് ചെയ്യുന്ന 1000 കമ്പനികൾക്ക് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? മെമ്പർഷിപ്പ് എന്ത് ചെയ്യാൻ തുടങ്ങി? കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ എന്താണ് പ്രത്യേകത എന്ന് വിളിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള മറ്റു ചില ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പുറത്തുവിടുന്ന മേജർ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ ഇവർ പുറത്തുവിടുന്ന മേജർ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് ഗ്ലോബൽ കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ്, അതുപോലെ തന്നെ എന്താണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, അതുപോലെ തന്നെ എനർജി ട്രാൻസാക്ഷൻ ഇൻഡെക്സ്, ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് ആൻഡ് ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് ഒക്കെയാണ് ഇവർ പുറത്തുവിടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്? ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഇനി വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താ? ദ ഗ്ലോബൽ കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ. ആരാണ് ഗ്ലോബൽ കോമ്പറ്റേറ്റീവ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, 3 ഏതാണ്? വേൾഡ് എക്കോണമിക് ഫോറം, 4 ഏതാണ്? വേൾഡ് ബാങ്ക്. നമുക്കറിയാം, നമ്മളിപ്പോൾ നോക്കിയുള്ളൂ ഏതാണ്?
ഈ ഗ്ലോബൽ കോമ്പറ്റേറ്റീവ്സ് റിപ്പോർട്ട് പുറത്തുവിടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വേൾഡ് എക്കോണമിക് ഫോറം ആണ് എന്ത് ചെയ്യുന്നത്, ഇത് പബ്ലിഷ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ കറണ്ട് അഫെയർ ടോപ്പിക്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ കറണ്ട് അഫെയർ ടോപ്പിക്കിലേക്ക് പോകാൻ. എന്താണ്? മൗത്ത് ഡെത്ത് ഫെസ്റ്റിവൽ. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താ? ദ നോഡ ട്രൈബ്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ദ്രാവിഡിയൻ എത്നിക് ഗ്രൂപ്പ് ഇൻ ദ നീൽഗിരീസ് ഹിൽസ് ഓഫ് തമിഴ്നാടു celebrated their traditional Mouth festival to mark the new year. ഓക്കെ, ഒരു ട്രഡീഷണൽ ഫെസ്റ്റിവലിനെ കുറിച്ചാണ് അല്ലെ, അതെവിടെയാണ് സെലിബ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നീലഗിരി ഹിൽസ്, തമിഴ്നാടുവിലാണ്. അവരുടെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് മൗത്ത് ഫെസ്റ്റിവൽ എന്ന് വിളിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ന്യൂസ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ള പ്രധാനമായിട്ടും ആരെ കുറിച്ചാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിനെ കുറിച്ചാണ് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. എന്താണ്? ഇറ്റ് വാസ് ദ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1986. അപ്പൊ ഇതിന്റെ ആദ്യത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് ഏത്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതെന്നാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1986. The reserve spans across 3 Indian states. പ്രധാനമായിട്ടും 3 ഇന്ത്യൻ സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. എവിടേക്കാണ്? 1 തമിഴ്നാടു, 2 കർണാടക, 3 കേരള. അപ്പൊ ചോദിക്കാം, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 3 സംസ്ഥാനങ്ങളിലാണ്. ഏതൊക്കെയാണ്? ഏതാക്കണോ? തമിഴ്നാട്, കർണാടക ആൻഡ് കേരള. ആൻഡ് ഇറ്റ് ഈസ് ദ ഇന്ത്യസ് ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് അണ്ടർ യുനെസ്കോസ് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. ഓക്കെ, യുനെസ്കോന്റെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിന്റെ അണ്ടറിൽ വന്ന ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഏതാന്നുള്ളത് തന്നെയാണ്, നീലഗിരി തന്നെയാണ്. ആൻഡ് ഹോം ടു സെവറൽ ട്രൈബൽ ഗ്രൂപ്പ്സ് സച്ച് ആസ് ആദ്യൻ, അരന്തൻ, ഖാദർ, കുറിച്യൻ, കുറുമൻ ആൻഡ് കുറുംബാസ്. ഇത്രയും ട്രൈബൽ ഗ്രൂപ്പിനെയാണ് നമുക്ക് പ്രധാനമായിട്ട് അവിടെ കാണാൻ പറ്റുക നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ട്രൈബൽ ഗ്രൂപ്പ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻസ് വന്നൊരു മേഖലയാണ് ഈ ട്രൈബൽ ഗ്രൂപ്പ് എന്നൊക്കെ വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് പോർട്രേറ്റ്സ് ദ കോൺഫ്ലുവൻസ് ഓഫ് അഫ്രോട്രോപ്പിക്കൽ ആൻഡ് ഇൻഡോ മലേഷ്യൻ ബയോട്ടിക് സോൺസ് ഓഫ് ദ വേൾഡ് എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി ഇവിടുന്ന് വേണമെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിൽസ് ആർ ഫൗണ്ട് വേറിംഗ് ദ ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ദ വെസ്റ്റേൺ ഗട്ട്സ് എന്നുള്ളതാണ്. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? അനിമലൈ ഹിൽസ്, കാർഡമം ഹിൽസ്, നീലഗിരി ഹിൽസ്, ഷെവറോ ഹിൽസ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നീലഗിരി ഹിൽസ് ആണ്. ശ്രദ്ധിക്കുക, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓൾറെഡി നമ്മുടെ SSC RRB എക്സാമുകൾക്കൊക്കെ എന്താണ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം ചോദ്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിക് GK സൈഡിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. എന്താണ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ്? എന്താ ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താ? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഗ്രീറ്റഡ് സിറ്റിസൺസ് ഓൺ ദ ഈവ് ഓഫ് ലോഹിരി, മകർ സംക്രാന്തി, പൊങ്കൽ, മാഘ് ബിഹു. ഓക്കെ, നമുക്കറിയാം ഈ 4 ഫെസ്റ്റിവൽസ് ഒരുമിച്ചാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? പ്രസിഡന്റ് സിറ്റിസൺസിനെ ഗ്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. അപ്പൊ നമുക്കിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നടക്കുന്ന ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ റീജിയണൽ സെലിബ്രേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ആദ്യം തമിഴ്നാടുമാണ്. തമിഴ്നാടുവിൽ എന്താണ്? പൊങ്കലാണ്. എന്താ? ദ 4-day ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ മനസ്സിലായി പൊങ്കൽ എത്ര ദിവസത്തെ പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസത്തെ പരിപാടിയാണ് ഇത് പൊങ്കൽ എന്ന് വിളിക്കുന്നത്. മാർക്സ് ദ റൈസ് ഹാർവെസ്റ്റ് വിത്ത് തബിളൻസ് ഡീകോഡിംഗ് ദെയർ ഹോംസ് വിത്ത് ദ ട്രഡീഷണൽ കോളംസ് മെയ്ഡ് ഫ്രം റൈസ് പൗഡർ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പൊങ്കലിന്റെ പ്രത്യേകത അല്ലെ, നമ്മൾ ഈ പായസം എന്നൊക്കെ പറയുന്നതിന് തുല്യമാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് കർണാടക. കർണാടകയിൽ എന്താ? ലോക്കൽസ് ഹാവ് എ ട്രഡീഷൻ ഓഫ് ഷെയറിംഗ് സീംസ് ആൻഡ് ജാഗരി മിക്സ്ചർ സിംബലൈസിംഗ് ഹാർമണി ആൻഡ് ഗുഡ് വിൽ. ആൻഡ് പഞ്ചാബിലാണെങ്കിൽ ഏതാണ്? ലോഹിരിയാണ്. എന്താണ്? ലോഹിരി ഇൻവോൾവ്സ് ബോൺ ഫയേഴ്സ്, ഫോക്ക് സോങ്സ്,
ഓഫറിംഗ് ലൈക്സ് ഗ്രൗണ്ട് നട്ട്സ് ആൻഡ് പോപ്കോൺ ടു ദ ഫയർ എന്നുള്ളതാണ് ഏതിന്റെ പ്രത്യേകത? ലോഹിയുടെ എന്താണ് പ്രത്യേകത? ലോഹിരി എവിടെയാണ്? പഞ്ചാബിലാണ്. ആൻഡ് ബീഹാർ എന്താണ്? എ ഫെസ്റ്റിവൽ കാർഡ് ഖിച്ചാടി ഈസ് സെലിബ്രേറ്റഡ് ആൻഡ് ഡിഷ് ഓഫ് ദ സെയിം നെയിം റൈസ് ആൻഡ് ലെന്നറ്റ്സ് ആണ് ഈസ് പ്രിപ്പയർഡ്. സീംസ് ജാഗരി ലഡ്ഡൂസ് ഓഫ് ചിക്കീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ബീഹാർ. ആൻഡ് രാജസ്ഥാൻ ആൻഡ് ഗുജറാത്തിലാണെങ്കിൽ എന്താണ്? സെലിബ്രേറ്റഡ് വിത്ത് കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻസ് ആൻഡ് ഫെസ്റ്റിവൽസ് ഇൻക്ലൂഡിംഗ് ദ ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ഇൻ അഹമ്മദാബാദ് ആണ്. ആൻഡ് ആസാമിൽ ഏതാണ്? മഗ്ബിഹു ആണ്. എന്താണ്? മഗ്ബിഹു ഈസ് ആസാം സെലിബ്രേറ്റഡ് ദ ആനുവൽ ഹാർവസ്റ്റ് ആൻഡ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ആസാമീസ് ന്യൂ ഇയർ എന്നാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ സാധാരണഗതിയിൽ സ്റ്റാറ്റിക് ജി കെ സൈഡിൽ നിന്ന് ഇത്തരം സ്റ്റേറ്റ്സുകളും അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഇത് വേൾഡ് ഹിന്ദിയുടെ. എന്താണ് വേൾഡ് ഹിന്ദിയുടെ ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താ? വിശ്വ ഹിന്ദി ദിവസ് ഓർ വേൾഡ് ഹിന്ദി ഡേ ഈസ് സെലിബ്രേറ്റഡ് ആനുവലി 10th January ടു എക്സ്പാൻഡ് ഹിന്ദീസ് പ്രസൻസ് ഓൺ ദ ഇന്റർനാഷണൽ സ്റ്റേജ്. അതായത് എന്താണ്? ഇന്റർനാഷണൽ ലെവലിൽ ഹിന്ദിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഹിന്ദിയെ എന്ത് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ജനുവരി 10 എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വിശ്വ ഹിന്ദി ദിവസ് ഓർ വേൾഡ് ഹിന്ദി ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത്തരം ഒരു ന്യൂസ് എന്താണ് വന്നിരിക്കുന്നത്. ഈ നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? ദ ഡേറ്റ് ഓഫ് കമ്മമറേറ്റ്സ് ദ ഹിസ്റ്റോറിക് മൊമെന്റ് ഇൻ 1949 when ഹിന്ദി വാസ് ഫസ്റ്റ് സ്പോക്കൺ യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലി. അതായത് UNGA 1949 നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഹിന്ദിയിൽ സംസാരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ആൻഡ് ഇൻ 1975 the first World Hindi Conference was inaugurated by Prime Minister Indira Gandhi, marking an important step towards global recognition Hindi. ഇനി ഹിന്ദിക്ക് എന്താണ്? ലോകതലത്തിൽ തന്നെ അംഗീകാരം നൽകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 1975 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്? വേൾഡ് ഹിന്ദി കോൺഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇനാഗുറേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ആൻഡ് വേൾഡ് ഹിന്ദിയുടെ ഡിസൈൻഡ് ഓൺ 10th January 2006. 2006 മുതലാണ് എന്ത് ചെയ്യുന്നത്? വേൾഡ് ഹിന്ദി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഹിന്ദി ദിവസ് സെലിബ്രേറ്റഡ് ഓൺ 14th September എന്നുള്ളതാണ്. ഓക്കെ. സെപ്റ്റംബർ 14 നമ്മൾ ഹിന്ദി ദിവസമായിട്ട് ആചരിക്കുന്നത് എൻ്റയർലി ഡിഫറെന്റ് ആണ്. ആസ് ഹിന്ദി ദിവസ് മാർക്സ് ദ അഡോപ്ഷൻ ഓഫ് ഹിന്ദി ആസ് ദ വൺ ഓഫ് ഇന്ത്യസ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇൻ 1949. അതാണ് വ്യത്യാസം. അതായത് നമ്മൾ സെപ്റ്റംബർ 14 ആഘോഷിക്കുന്ന ഹിന്ദി ദിവസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ ഒന്നായിട്ട് എന്താണ്? ഹിന്ദി അഡോപ്റ്റ് ചെയ്തതിന്റെ സെലിബ്രേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹിന്ദി ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഹിന്ദി ഡേ എന്ന് പറയുന്നത് എന്താണ്? ജനുവരി 10 ആഘോഷിക്കുന്ന ലോക തലത്തിൽ അതിന് അംഗീകാരം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇനി ഇപ്രാവശ്യത്തെ ഹിന്ദിയുടെ തീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഹിന്ദിയുടെ തീം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ഗ്ലോബൽ വോയിസ് ഓഫ് യൂണിറ്റി ആൻഡ് കൾച്ചറൽ പ്രൈഡ് എന്നാണ്. ഓക്കെ. പ്രധാനമായിട്ടും എന്തിനാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതും ഫോക്കസ് ചെയ്യുന്നതും? ലിംഗ്വിസ്റ്റിക് എക്സ്ചേഞ്ച് ആൻഡ് ഫോസ്റ്ററിംഗ് കൾച്ചറൽ പ്രൈഡ് ത്രൂ ഹിന്ദി എന്നുള്ളതാണ്. ഇനി ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 343 പ്രകാരം ഒഫീഷ്യൽ പർപ്പസിന് നമ്മൾ 2 ഭാഷകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഏതാണ്? ഹിന്ദിയും അതുപോലെ തന്നെ എന്താണ്? ഒന്നേതാണ്? ഇംഗ്ലീഷും. കൂടാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8ാമത്തെ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത് ഒഫീഷ്യൽ യൂസിന്. ആ 22 ഒഫീഷ്യൽ ലാംഗ്വേജസിൽ ഒന്ന് എന്ന് വിളിക്കുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹിന്ദി ആണ് എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്? ഹിന്ദിയുടെ പ്രത്യേകതയാണ്. ഓക്കെ. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് റെക്കോർഡ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ഇന്ത്യ എന്ന് വിളിക്കുന്നു. ഓക്കെ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ WMO ഹാസ് കൺഫേംഡ് ദാറ്റ് 2024 ഈസ് ദ വാർമസ്റ്റ് ഇയർ ഓൺ റെക്കോർഡ് എന്നുള്ളതാണ്. ഓക്കെ. 2024 ഏറ്റവും ചൂട് കൂടിയ വർഷമായിട്ട് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ദ പാസ്റ്റ് ഇയേഴ്സ് 2015 to 24 ആർ 10 വാർമസ്റ്റ് ഇയേഴ്സ് ഓൺ റെക്കോർഡ് എന്നുള്ളതും ഏതിന്റെ പ്രത്യേകതയാണ്? ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി മെട്രോളജിക്കൽ ഓർഗനൈസേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്?
The World Meteorological Organization is intergovernment organization with membership of 192 member states and territories. അതായത് എന്താണ്? ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ തന്നെയാണ്. 192 രാജ്യ മെമ്പേഴ്സിനെയാണ് ഇതിൽ കാണാൻ പറ്റുക. ഇന്ത്യ ഓൾറെഡി ഏതിന്റെ മെമ്പറാണ്? വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷന്റെ മെമ്പറാണ്. ആൻഡ് ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഇന്റർനാഷണൽ മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ which established after 1873 വിയന്ന ഇന്റർനാഷണൽ മെട്രോളജിക്കൽ കോൺഗ്രസ്. 1873 നടന്ന വിയന്ന ഇന്റർനാഷണൽ മെട്രോളജിക്കൽ കോൺഗ്രസിന് ശേഷമാണ് ഈ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ വരുന്ന. ഏതിൽ നിന്ന്? ഇന്റർനാഷണൽ മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ഭാഗമായിട്ട്. ആൻഡ് established by ratification of WMO Convention 23rd March 1950, WMO becomes specialized agency of UN Meteorology. UN-ന്റെ തന്നെ ഒരു മെട്രോളജിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റാറ്റിഫിക്കേഷൻ ആർക്ക് കിട്ടുന്നുണ്ട്? WMO-ന് കിട്ടുന്നുണ്ട്, വെതർ ആൻഡ് ക്ലൈമറ്റില്. ആൻഡ് ഓപ്പറേഷണൽ ഹൈഡ്രോളജി ആൻഡ് റിലേറ്റഡ് ജിയോഗ്രഫിക്കൽ സയൻസസിലാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ് നമുക്ക് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കും. ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, മൊമെന്റം ഫോർ ചേഞ്ച് ക്ലൈമറ്റ് ന്യൂട്രൽ ലോ ഈസ് ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. 4 ഓപ്ഷൻസ്: ദ ഇന്റർ ഗവൺമെന്റൽ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ദ UNEP സെക്രട്ടേറിയറ്റ്, ദ UNFCCC സെക്രട്ടേറിയറ്റ്, ദ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. ശ്രദ്ധിക്കുക, ഇതിന്റെ ഉത്തരം വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ അല്ല, മറിച്ച് ദ UNFCCC സെക്രട്ടേറിയറ്റ് ആണ്. സോ ദിസ് ഇസ് യുവർ ഹോംവർക്ക്. UNFCCC സെക്രട്ടേറിയറ്റിനെ കുറിച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്ത് നോക്കുക ആൻഡ് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ഒരു 5 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.